സ്വതന്ത്ര ഇന്ത്യയുടെ 75 വർഷത്തെ ചരിത്രത്തിൽ ഒരു വനിതയടക്കം 14 പേരാണ് പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നിട്ടുള്ളത്. ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു 10 വർഷം രാജ്യം ഭരിച്ച മൻമോഹൻ സിംഗ്. പ്രധാനമന്ത്രിയുടെ ഉപദേശകരിലൊരാൾ പിന്നീട് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണ്. 2009 വ്യക്തമായ ഭൂരിപക്ഷത്തോടെ UPI അധികാരം നിലനിർത്തിയപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തെ രാജാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. മൻമോഹൻ സിംഗ്, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. സെപ്റ്റംബർ 26 ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പഞ്ചാബിലുള്ള ഗാഹ് ഗ്രാമത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഗുർമുഖ് സിംഗ്, അമൃത് കൗൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗൗർ ശരൺ കൗർ. മക്കൾ ഉപീന്ദർ സിംഗ്, ദമൻ സിംഗ്, അമൃത് സിംഗ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് റാങ്കോടെ MA, 1954 കേംബ്രിഡ്ജ് സ്കോളർഷിപ്പോടെ PhD പ്രവേശനം, ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള റൈറ്റ്സ് പുരസ്കാരവും ആദം സ്മിത്ത് പുരസ്കാരവും നേടിയാണ് അദ്ദേഹത്തിൻ്റെ പഠനം പൂർത്തിയാക്കിയത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. സിദ്ധാന്തങ്ങൾ നന്നായി മനസ്സിലാക്കുന്ന തല, എന്നാൽ കാലുകൾ ഭൂമിയിൽ തന്നെ. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ നഫീൽഡ് കോളേജിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന മൻമോഹൻ സിംഗിനെ പറ്റി അധ്യാപികയും സാമ്പത്തിക വിദഗ്ധയുമായ ജോവൻ റോബിൻസൺ ഫയലിൽ എഴുതിയത് ഇപ്രകാരമാണ്: 45 വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രിയായിരിക്കെ മൻമോഹൻ സിംഗിന് ഓക്സ്ഫോർഡ് സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകിയ ചടങ്ങിലാണ് ജോവൻ റോബിൻസൻ്റെ വിലയിരുത്തൽ പരസ്യമാക്കിയത്. മൻമോഹൻ സിംഗ് സ്കോളർഷിപ്പ്. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ സെൻറ് ജോൺസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയായ മൻമോഹൻ സിംഗിൻ്റെ ബഹുമാനാർത്ഥം സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ് ജോൺസ് കോളേജിൽ ഉപരിപഠനത്തിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതാണിത്. ശാസ്ത്ര, സാങ്കേതിക, സാമ്പത്തിക ശാസ്ത്ര, സാമൂഹിക വിഷയങ്ങളിലാണ് ഗവേഷണ അവസരം, പഠന ചെലവ്, വിമാന ടിക്കറ്റ്, പ്രതിമാസ സ്റ്റൈഫൻഡ്, UK വിസ എന്നിവ ഉൾപ്പെടുന്ന ഈ സ്കോളർഷിപ്പ്. പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ പിന്നാക്ക സമുദായ അംഗമാണ് മൻമോഹൻ സിംഗ്. പാർലമെൻറ്റിൻ്റെ അധോസഭയായ ലോകസഭയിൽ ഒരിക്കലും അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയും അദ്ദേഹമാണ്. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി, സിഖ് മതത്തിൽ നിന്നും പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി, ഹിന്ദുമതക്കാരനല്ലാത്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നീ വിശേഷണങ്ങളും ഇദ്ദേഹത്തിന് സ്വന്തമാണ്. ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ കാലാവധിയായ 5 വർഷം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും അധികാരത്തിലെത്തിയ ഏക നേതാവാണ് ഇദ്ദേഹം. 1971 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവായി ചേർന്നു. താമസിയാതെ 1972 അദ്ദേഹം ധനമന്ത്രാലയത്തിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായി. ധനമന്ത്രാലയത്തിൻ്റെ സെക്രട്ടറി, ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷൻ, റിസർവ് ബാങ്ക് ഗവർണർ, UGC അധ്യക്ഷൻ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു. 1991-96 കാലത്ത് നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായിരിക്കെ ഇന്ത്യയിൽ ഉദാരീകരണത്തിന് തുടക്കമിട്ടു. 1998-2004 കാലത്ത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു ഇദ്ദേഹം. പത്മവിഭൂഷൺ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 1992 മികച്ച പാർലമെൻറ്റേറിയനുള്ള അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. 1991 മുതൽ അസമിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. 1995, 2001, 2007 വർഷങ്ങളിൽ അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2004 തിരഞ്ഞെടുപ്പിൽ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് വിജയം നേടിയതിനെ തുടർന്ന് മെയ് 22 ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു.
ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ കറൻസി നോട്ടിൽ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വ്യക്തി മൻമോഹൻ സിംഗ് ആണ്. റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് അദ്ദേഹം നോട്ടിൽ ഒപ്പിട്ടത്. ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ, അധ്യക്ഷൻ എന്നീ പദവികൾ വഹിച്ച വ്യക്തി എന്ന പ്രത്യേകതയും അദ്ദേഹത്തിന് സ്വന്തമാണ്. 2009 തിരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് വീണ്ടും പ്രധാനമന്ത്രിയായ അദ്ദേഹം 2014 വരെ തുടർന്നു. 1957-65 കാലഘട്ടത്തിൽ പഞ്ചാബ് സർവകലാശാലയിലെ അധ്യാപകനായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1966-69 കാലഘട്ടത്തിൽ UN-ൽ സേവനമനുഷ്ഠിച്ചു. 1969-70 ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പ്രൊഫസർ. 1971-72 വിദേശ വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവ്. 1972-76 കാലഘട്ടത്തിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. 1976-80 കാലഘട്ടത്തിൽ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി, റിസർവ് ബാങ്ക് ഗവർണർ. 1980-82 കാലഘട്ടത്തിൽ ആസൂത്രണ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി. 1982-85 കാലഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഗവർണർ. 1985-87 ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ. 1987-90 സെക്രട്ടറി ജനറൽ, സൗത്ത് കമ്മിറ്റി, ജനീവ. 1990-91 പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ്. 1991 മുതൽ 96 വരെ കേന്ദ്ര ധനമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചു. 1998 മുതൽ 2004 വരെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു. 2004 മുതൽ 2014 വരെ തുടർച്ചയായി 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 1991-95, 1995-2001, 2001-2007, 2007-2013, 2013-2019 തുടങ്ങിയ കാലഘട്ടങ്ങളിൽ രാജ്യസഭാംഗമായി അസമിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. 2019-2024 കാലഘട്ടത്തിൽ രാജസ്ഥാനെ പ്രതിനിധീകരിച്ച് അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു. 1987 ഡോക്ടർ മൻമോഹൻ സിംഗിന് പത്മവിഭൂഷൺ ലഭിച്ചു. ഓർഡർ ഓഫ് കിങ് അബ്ദുൽ അസീസ് സൗദി അറേബ്യ 2010, ഓർഡർ ഓഫ് പൗലോവ്നിയ ഫ്ലവേഴ്സ് ജപ്പാൻ 2014, ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ദ ഇയർ യൂറോമണി 1993, ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ദ ഇയർ ഏഷ്യാമണി 1994 തുടങ്ങിയ ബഹുമതികളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ടൈം മാസികയുടെ ലോകത്തെ 100 സ്വാധീനമുള്ള വ്യക്തികളുടെ പട്ടികയിൽ അദ്ദേഹം ഇടം പിടിച്ചു. ഇന്ത്യൻ ഓഫ് ദി ഇയർ അവാർഡ് CNNIBL 2006 ഫോബ്സ് മാസികയുടെ ലോകത്തെ ശക്തരായവരുടെ പട്ടികയിൽ അദ്ദേഹം സ്ഥാനം പിടിച്ചു. ഉദാരവൽക്കരണ നയങ്ങളിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറയിട്ട മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ അദ്ദേഹം ഡൽഹിയിൽ വെച്ച് 26 ഡിസംബർ 2024 തൻ്റെ 92ാമത്തെ വയസ്സിൽ അന്തരിച്ചു.